അതിൻ്റെ 100 വർഷം കൊണ്ടാടുന്ന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. 2025 എന്നത് RSS രൂപീകൃതമായിട്ട് 100 വർഷം തികയുന്ന വർഷമാണ്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ സംഘപരിവാർ കാത്തിരിക്കുന്ന ഒരു വർഷം. അതിൻ്റെതായ മാറ്റങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലൊക്കെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. RSSൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ 100 വർഷത്തെ വളർച്ച അത് വളരെ ചിട്ടയായ ശാസ്ത്രീയമായ ഒരു പുരോഗതിയിലൂടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് RSS എന്ന സംഘടന ഇന്ത്യയിൽ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ദ കാരവൻ എന്ന മാഗസിൻ അതിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ പുറത്തുവിടുന്ന ഒരു പഠന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ 2500ഓളം സംഘടനകളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് RSS എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ RSSൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2500ഓളം വരുന്ന സംഘടനകളുടെ പൂർണ്ണമായ ലിസ്റ്റ് ദ കാരവൻ എന്ന മാഗസിൻ ഈ ഏറ്റവും പുതിയ ലക്കത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സിനിമാ രംഗത്ത്, കലാപരമായ രംഗത്ത്, തൊഴിലാളി മേഖലകളിൽ ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത സംഘടനകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 100 വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ച മുതൽ നമ്മൾ അതിൻ്റെ പഠനം ആരംഭിക്കേണ്ടതുണ്ട്. ഔറംഗസീബിൻ്റെ കാലം, മറാത്ത ഇൻസർജൻസ്, ശിവാജി, സാംഭാജി, രാജാറാം അവരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, മുഗൾ ഭരണകൂടത്തിൻ്റെ തകർച്ച, അതിനുശേഷം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന ചില ഹിന്ദു ജാഗരണ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം, അതിൽ നിന്ന് പിന്നീട് ഉയർക്കൊള്ളുന്ന സ്വദേശി പ്രസ്ഥാനം, ബാൽ പാൽ താൽ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അങ്ങനെ തുടങ്ങി അതിലൂടെ വളർന്നു വരികയും 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ട സ്വദേശി പ്രസ്ഥാനവും അതേപോലെ തന്നെ വന്ദേമാതരം പ്രസ്ഥാനം എന്നറിയപ്പെടുന്നതൊക്കെ പിന്നീട് പഞ്ചാബ് ഹിന്ദു മഹാസഭയായി 1907 രൂപപ്പെടുന്നു. 1915 അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയായി മാറുന്നു. 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘായി അത് രൂപപ്പെടുകയാണ്. ഇവിടെയൊക്കെ വന്നു പോകുന്ന കുറേ പേരുകളുണ്ട്. മദൻ മോഹൻ മാളവ്യ, നേരത്തെ സൂചിപ്പിച്ച VD സവർക്കർ, ഇവരൊക്കെയാണ് ഹിന്ദു മഹാസഭയുടെ ശില്പികൾ എന്നറിയപ്പെടുന്നത്. RSSനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന KB ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആളാണ്. സൈദ്ധാന്തികമായി അതിനടിത്തറ ഒരുക്കിയ സ്വാമിജിയെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട്, അദ്ദേഹത്തിൻ്റെ വിചാരധാരയെക്കുറിച്ചൊക്കെ. അപ്പം ഇങ്ങനെ വളരെ ക്രമാനുഗതമായി ഇന്ത്യയിൽ വളർന്നു വരികയും ഇന്ത്യയുടെ എല്ലാ തലത്തിലുമുള്ള മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് രൂപപ്പെട്ടു വന്നതാണ് ഇന്ത്യയിലെ ഫാസിസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഫാസിസം, ഇന്ത്യയിലെ നവഫാസിസം ഏറ്റവും അപകടകരമാകുന്നത് അത് ജാതി മേൽക്കോയ്മയിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഏറ്റവും അപകടകരമായ മുഖം അതാണ്. അത് സവർണ ഹിന്ദുത്വത്തെ, ഹിന്ദുമതമോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ അല്ല, ഹിന്ദുത്വമാണ് ഇവിടെ അടിസ്ഥാനപരമായി പ്രശ്നമായി വരുന്നത്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സവർണ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് RSS മുന്നോട്ട് വെക്കുന്ന ഇത് എന്നതുകൊണ്ട് തന്നെ അത് വളരെയേറെ അപകടകരമായി ഒന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ചരിത്രം വളരെ കൃത്യമായി പഠിക്കുക എന്നതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്നാണ് ഈ കുറഞ്ഞ സമയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ സയണിസം എന്നത് യഥാർത്ഥത്തിൽ ലിയോൺ പിൻസ്കർ എന്ന് പറയുന്ന റഷ്യൻ ഫിസിഷ്യൻ ഓട്ടോ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു പാംഫ്ലെറ്റ് പുറത്തിറക്കുകയും 1882 ആ കാലത്താണത് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം തിയോഡർ ഹെർസൽ 1896 ജൂയിഷ് സ്റ്റേറ്റ്, ജൂതരാജ്യം എന്നൊരു പുസ്തകം പുറത്തിറക്കുകയും അതിനെ തുടർന്ന് സ്വിറ്റ്സർലൻഡിലെ ബെയ്സൽ എന്ന് പറയുന്ന സ്ഥലത്ത് 1896 നടക്കുന്ന ബെയ്സൽ കോൺഗ്രസ്സിലൂടെയാണ് ഒരു സയനിസ്റ്റ് രാജ്യം രൂപം കൊടുക്കണം എന്നതിലേക്ക് അവർ ആലോചിക്കുകയും അന്നത്തെ
ഓട്ടോമൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലായി ഉണ്ടായിരുന്ന ഫലസ്തീൻ കിട്ടുന്നതിന് വേണ്ടി തുർക്കി രാജാവിനെ തിയോഡർ ഹസലും കൂട്ടനും തന്ന് സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതും ഓട്ടോമൻ സുൽത്താൻ ആ സ്ഥലം കൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ അന്നത്തെ കൊളോണിയൽ ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടനോട് അവർ സഹകരിക്കുകയും 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതന്മാർ ബ്രിട്ടന് പിന്തുണ നൽകുകയും ആ വിജയം, ആ ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാൽഫർ ഡിക്ലറേഷനൊക്കെ നമുക്കറിയാം. 1917 ലോർഡ് ബാൽഫർ എഴുതിക്കൊടുത്ത ആ ഡിക്ലറേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇന്നത്തെ ഫലസ്തീനിലേക്ക് ജൂത അധിനിവേശം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രപരമായ ഒരു പഠനം നമുക്ക് നടത്തണം. എങ്കിലേ ആ അടിത്തറയിൽ നിന്ന് പുതിയ കാലത്തെ മാറ്റങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.